ഹൃദയാഘാതം മൂലം ഹൃദയം സ്തംഭിച്ച സിനാജ് പൊതുജീവിതത്തിലേക്ക് വന്ന വിശേഷത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഗതാഗതക്കുരുക്കിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ച സിനാജിന് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത നഴ്സുമാരാണ് തക്ക സമയത്ത് CPR നൽകിയത്. നാട്ടുകാരുടെ സഹായത്തോടെ സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ തന്നെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം ഇന്ന് സിനാജ് ആശുപത്രി വിട്ടു. കാർ യാത്രികന് ഗതാഗതക്കുരുക്കിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായപ്പോൾ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നഴ്സുമാർ CPR നൽകുകയും നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് 5 ദിവസം മുൻപാണ്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോയതായിരുന്നു സിനാസ് എന്ന പെരുമ്പാവൂർ സ്വദേശി. പക്ഷേ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടപ്പോൾ കാർ മുന്നോട്ട് നീക്കാനാവാത്ത അവസ്ഥയിലായി. സംഭവം കണ്ട് ഓടിയെത്തിയ ഒക്കൽ സ്വദേശികളാണ് ഏതെങ്കിലും വാഹനത്തിൽ ആരോഗ്യ പ്രവർത്തകരുണ്ടോ എന്ന് അന്വേഷിച്ചത്. തുടർന്ന് അഞ്ജലി ബൈജു, ആർദ്ര രാജു എന്നീ നഴ്സുമാരെത്തി CPR നൽകി ഇയാളെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സിനാജിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചവർക്ക് അദ്ദേഹം ഒരു പുഞ്ചിരിയിലൂടെ മറുപടി നൽകുകയാണ്. ഈ ഹോസ്പിറ്റലിൽ ഞാൻ 2020 ഒരു 5 പ്ലസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കുറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ. കാരണം ഞാൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. രണ്ടാമത് വരാനുള്ള കാരണം അതാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇപ്പോഴും സ്മോക്ക് ചെയ്യണവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. മാക്സിമം സ്മോക്ക് ചെയ്യാതിരിക്കുക. ഡോക്ടർ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളത് കാര്യമാക്കുന്നില്ല. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അതുകൂടാതെ എന്നെ സഹായിച്ച, വഴിയിൽ കിടന്നപ്പോൾ സഹായിച്ച, CPR എന്ന് സഹായിച്ച ആ 2 നഴ്സുമാരോടും ഞാൻ ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. ആശുപത്രിയിലെത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന സിനാജിനെ അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കുകയും രക്തക്കുഴലിലെ ബ്ലോക്ക് നീക്കം ചെയ്യുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിടുന്ന സിനാജിനെ ആശുപത്രിയിലെ അധികൃതരും ജീവനക്കാരുമടക്കം പൂച്ചെണ്ടുകൾ നൽകിയാണ് യാത്രയാക്കിയത്. തന്നെ പരിചരിച്ച നഴ്സുമാർക്കും ഡോക്ടർമാർക്കും നന്ദി പറഞ്ഞ് സിനാജ് ആശുപത്രി വിട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശരിക്കും 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റോറി അല്ലേ. ആദ്യത്തേത് CPR നൽകാൻ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. രണ്ടാമത് സിനാജ് തന്നെ എല്ലാവരോടുമായി പറഞ്ഞൊരു കാര്യം, പുകവലി എത്രത്തോളം ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടാക്കി. അതുകൊണ്ട് പുകവലിക്കുന്നവർ അത് നിർത്തുക എന്ന രീതിയിൽ അദ്ദേഹം ഒരു കാര്യം എല്ലാവരോടുമായി പറയുന്നുമുണ്ട്. അപ്പോൾ സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്നേഹ, അദ്ദേഹം ചിരിച്ച മുഖത്തോട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആ 2 നഴ്സുമാർ, അവർ ശരിക്കും മാലാഖമാരായി അവിടെ എത്തുകയായിരുന്നു, അങ്ങനെ തന്നെ പറയാമല്ലേ? നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു വാർത്ത തന്നെയാണ്. സിനാജ് പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ആശുപത്രി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 5 ദിവസം മുന്നെയാണ് സിനാജിന് ഹൃദയാഘാതം സംഭവിക്കുന്നത്. കാലടി പാലത്തിൽ വെച്ചാണ് ഗതാഗതക്കുരുക്കിൽ അദ്ദേഹം പെടുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തത്. അപ്പോൾ നേരത്തെ തന്നെ നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹം തന്നെ കാർ ഓടിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. കാലടി പാലത്തിലെത്തിയപ്പോഴേക്കും ഗതാഗതക്കുരുക്ക് കാരണം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പിന്നീട് ഇയാൾ വണ്ടിയിൽ തന്നെ കുഴഞ്ഞു വീഴുന്നത് കണ്ടെത്തിയ 2 ഒക്കൽ സ്വദേശികളാണ് പെട്ടെന്ന് ഇറങ്ങി തന്നെ എല്ലാ വണ്ടികളിലും പോയി, അവിടെ നിർത്തിയിട്ടിരിക്കുന്ന എല്ലാ വണ്ടികളിലും പോയിട്ട് ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകരുണ്ടോ, നഴ്സുമാരുണ്ടോ, ഡോക്ടർമാരുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിച്ചത്. അങ്ങനെയാണ് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 2 നഴ്സുമാർ, ഒരാൾ നഴ്സാണ്, മറ്റൊരാൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, ആർദ്ര, അതോടൊപ്പം തന്നെ അഞ്ജലി എന്നീ 2 പേര് ഇറങ്ങി വന്ന് മറ്റ് പരിശോധനകളൊക്കെ നടത്തിയ ശേഷം CPR ആവശ്യമാണ് അദ്ദേഹത്തിന് എന്നവർ മനസ്സിലാക്കുകയും തക്ക സമയത്ത് CPR കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് വാഹനങ്ങളിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി പെട്ടെന്നൊരു ആംബുലൻസ് വിളിക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തത്. ആശുപത്രിയിൽ ഉടനെ പ്രവേശിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ എല്ലാം തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. വളരെ പുഞ്ചിരിയോടെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് സിനാജ് ആശുപത്രി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ ഒരുപാട് പേർ അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്, ഒരു കുഴപ്പവും കൂടാതെ അദ്ദേഹത്തിന് ആശുപത്രി വിടാൻ സാധിക്കണേ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ തക്ക സമയത്ത് ഇടപെട്ട നഴ്സുമാർ, അക്ഷരാർത്ഥത്തിൽ തന്നെ മാലാഖമാർ എന്ന് തന്നെ വിളിക്കാം. ചിലപ്പോൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സമയത്ത് എന്താണോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു മനുഷ്യന് ആവശ്യം, അത് അവർക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി അവർക്ക്
ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നതാണ്. ഒപ്പം നിന്ന ഒട്ടേറെ പേരുണ്ട്. ഒക്കൽ സ്വദേശികളായ 2 പേരുണ്ട്, മറ്റ് വാഹനങ്ങളിലുണ്ടായിരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെയായിട്ട് 2 കുഞ്ഞുങ്ങളുടെയും 5 മാസവും 6 മാസവും പ്രായമായ 2 കുഞ്ഞുങ്ങളുടെയും ചികിത്സാർത്ഥം പണം പിരിക്കുന്ന ക്രൗഡ് ഫണ്ടിങ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളിൽ നിന്നെല്ലാം ഒരാവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മലയാളികൾ ഒന്നും നോക്കാതെ തന്നെ അവരെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെടും എന്നൊരു കാര്യമൊക്കെ കൂടുതൽ നമുക്ക് വ്യക്തമാവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഓടിയെത്താൻ ആളുകളുണ്ട് എന്നതാണ് ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കാം. അത് തന്നെയാണ് സ്നേഹ. ഇങ്ങനെ ആളുകൾ ഒന്നിച്ച് നിന്ന് ഒരു ജീവൻ രക്ഷിച്ചതിന്റെ കാഴ്ച അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ 2 നഴ്സുമാർ ഒപ്പം അവിടെ ഈ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി ഒപ്പം നിന്ന് എല്ലാ മനുഷ്യരോടും അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് വലിയൊരു കൈയ്യടി നൽകുകയാണ്. ഒപ്പം സിനാജിനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം ചിരിച്ച മുഖത്തോടു കൂടി ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ആ ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ശരി സ്നേഹ.